ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെജ് കുർമ ഉണ്ടാക്കിയാലോ? അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കുക്കറാണ്. അതിലേക്ക് കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ബീൻസും അതുപോലെ പീസും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് 2 വിസിലടുപ്പിച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗ്രാമ്പും കറുവപ്പട്ടയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അത് വാടാൻ വേണ്ടി പെട്ടെന്ന് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാവേ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഒരു തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ബ്രൗൺ ആവുമൊന്നും വേണ്ട. ഇനി നമുക്കതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി കശുവണ്ടിയും. എന്നിട്ട് നമുക്കിത് മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. അത് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. പിന്നെ ഈ കടലയും കശുവണ്ടിയും കൂടി നമ്മൾ ഈ വെജിറ്റബിൾ കുറുമയിലോട്ട് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിനകത്ത് ഒരുപാട് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ഇത് ഈ കടലയുടെ ടേസ്റ്റും അതുപോലെ കാഷ്യൂനട്ടും കൂടി ആകുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ആഡഡ് ഫ്ലേവറാണ്. ഇപ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം, അത് തണുത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത ശേഷം നമുക്ക് സെയിം പാനിലേക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് എന്തോരം ചാറായിട്ടാണോ വേണ്ടത് അതുപോലെ വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾ നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓൾറെഡി കുക്ക്ഡാണ്, പക്ഷേ ഈ മസാലയ്ക്കകത്ത് കിടന്ന് മസാലയെല്ലാം നന്നായിട്ട് ആ വെജിറ്റബിളിലൊന്ന് പിടിക്കണം. അതിനുള്ള സമയമാണ് നമ്മൾ കൊടുക്കുന്നൊരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 to 4 മിനിറ്റ്സ്. ഇപ്പം നമ്മുടെ കറിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ഈ കൈ കൊണ്ട് ഞെരടിയിടുന്നതെന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് ആ മല്ലിയിലയുടെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. കാരണം നമ്മളിനി ഒരുപാട് നേരം കുക്കൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഉപ്പൊക്കെ നോക്കി നമുക്ക് കറി വാങ്ങാം. നമ്മുടെ പെർഫെക്റ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.